ലബനനിലെ ഹിസ്ബുള്ള തുരങ്കങ്ങളിൽ വിഷപ്പുക പടർന്നുവെന്ന റിപ്പോർട്ട് പുറത്ത്. ഹിസ്ബുള്ള ഭീകരർ കൊല്ലപ്പെട്ടുവെന്നാണ് വിവരങ്ങൾ. കഴിഞ്ഞ ദിവസം തങ്ങളുടെ തുരങ്ക ശൃംഖലയുടെ ശക്തി എന്ന തലക്കെട്ടോടെ ഒരു വീഡിയോ ഹിസ്ബുള്ള പങ്കുവച്ചിരുന്നു. ലബനൻ തുരങ്കങ്ങൾ IDFന്റെ തല ചിതറിക്കുമെന്ന് വെല്ലുവിളിച്ചായിരുന്നു ഹിസ്ബുള്ള വീഡിയോ പങ്കുവച്ചത്. എന്നാൽ ഇതിന് ഒരു മറുപടിയും പറയാതെ ഇസ്രയേൽ മൗനം പാലിച്ചു. ഇപ്പോൾ ഹിസ്ബുള്ള തുരങ്കങ്ങളിൽ വിഷപ്പുക അടിച്ചു കയറ്റിയത് മൊസാദ് എന്ന വാദം മുറുകുന്നു. എന്നാൽ എങ്ങനെയെന്ന ചോദ്യം ഹിസ്ബുള്ളയെ പോലും ഞെട്ടിക്കുന്നു. ലബനന്റെ ഉൾപ്രദേശങ്ങളിലെ ടണലുകളിലാണ് വിഷപ്പുക കയറിയത്. ഹിസ്ബുള്ള ഭീകരരുടെ കണ്ണ് വെട്ടിച്ച് മൊസാദ് തങ്ങളുടെ കോട്ട ഭേദിച്ച് എങ്ങനെ അകത്തു കടന്നുവെന്നത് ഞെട്ടിപ്പിക്കുന്ന വിഷയം തന്നെയാണ്. കൂളായി വന്ന് കാര്യങ്ങൾ നടത്തിപ്പോയതും മൊസാദ് എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഹമാസ് ഇസ്രയേൽ യുദ്ധം ഗാസയിൽ മുറുകി നിൽക്കുമ്പോഴാണ് ഹിസ്ബുള്ള യുദ്ധക്കളത്തിലേക്ക് വരുന്നത്. പിന്നീട് ഹിസ്ബുള്ള നിരന്തരം ഇസ്രയേൽ അതിർത്തിയിൽ ആക്രമണം നടത്തി. ഈ സമയത്ത് മൊസാദിന്റെ നിരവധി ചാരന്മാർ ലബനനിൽ പറന്നിറങ്ങിയിട്ടുണ്ടെന്ന് അന്നേ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ലബനന്റെ പല കോണുകളിലായി മൊസാദ് ചാരന്മാരുണ്ട്. എന്തിനേറെ ഹിസ്ബുള്ളയ്ക്കകത്ത് തന്നെ ചാരന്മാർ കയറിയിട്ടുണ്ടാകും എന്നാണ് ചർച്ചകൾ. തങ്ങളുടെ തുരങ്ക ശൃംഖലയുടെ ദൃശ്യങ്ങൾ പങ്കുവച്ച് ഇസ്രയേലിനെ വെല്ലുവിളിക്കുകയായിരുന്നു ഹിസ്ബുള്ള. എന്നാൽ ഇപ്പോൾ കിളി പോയി നിൽക്കുന്നു. എന്താണ് സംഭവിച്ചതെന്ന് അവർക്ക് പോലും വ്യക്തമാകുന്നില്ല. ലബനൻ അതിർത്തി വളയാൻ വന്നാൽ IDFനെ കാത്തിരിക്കുന്നത് വാരിക്കുഴികളാണെന്നായിരുന്നു വെല്ലുവിളി. ഹമാസിന്റെ തുരങ്കങ്ങളെക്കാൾ ശക്തവും 100 ഇരട്ടി അപകടങ്ങൾ ഒളിപ്പിച്ചതുമാണ് ഹിസ്ബുള്ളയുടെ ടണലുകൾ. ധൈര്യമുണ്ടെങ്കിൽ ഈ ടണലുകളിൽ ഇറങ്ങൂ, ഈ ടണലുകൾ ഭേദിച്ച് ഞങ്ങളെ കൈവയ്ക്കൂവെന്ന് ഹിസ്ബുള്ള തലവൻ ഹസൻ നസറുള്ള വെല്ലുവിളിച്ചത്. ഇസ്രയേലുമായുള്ള ഏത് സംഘട്ടനത്തിലും ഇത് തങ്ങളുടെ ശക്തിയെന്നാണ് ഹിസ്ബുള്ള വാദിച്ചത്. വളരെ വിശാലവും വൻ ആയുധ ശേഖരവും ഇതിനുള്ളിൽ ഒളിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾ നിങ്ങൾക്ക് വരുത്താവുന്ന നാശം എത്രയെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ കൂടി കഴിയില്ല. ഗാസയിലെ ഹമാസിന്റെ സ്വന്തം തുരങ്ക ശൃംഖല പോരാളികൾക്കും നേതാക്കന്മാർക്കും അഭയം നൽകുന്നതിനും ഇസ്രയേലി സേനയെ മറികടന്ന് ആക്രമണങ്ങൾ നടത്തുന്നതിനും ഫലപ്രദമാണെന്ന് തെളിയിച്ചിട്ടുണ്ട്. അതിന്റെ 100 ഇരട്ടി കരുത്തുണ്ട് തങ്ങളുടെ തുരങ്കങ്ങൾക്കെന്ന് ഹിസ്ബുള്ള ഭീഷണി മുഴക്കിയത്. ഭീഷണി മുഴക്കി 48 മണിക്കൂർ കഴിഞ്ഞില്ല, അതിനുള്ളിൽ പണി കിട്ടി. തുരങ്കങ്ങൾ തകർത്തെറിയാൻ ജൂതപ്പട കളത്തിലിറങ്ങിക്കഴിഞ്ഞു. ഹമാസും തുരങ്ക ശൃംഖലയുടെ ബലത്തിൽ വലിയ വെല്ലുവിളിയാണ് ഇസ്രയേലിനോട് നടത്തിയത്. എന്നാൽ പകുതിയിലേറെയും തുരങ്കങ്ങൾ തകർത്തെറിഞ്ഞു കഴിഞ്ഞു IDF. ബാക്കിയുള്ളവ തകർക്കാൻ ശക്തമായ നീക്കമാണ് നടത്തുന്നത്. ഏതോ ഒരു തുരങ്കത്തിൽ ഒളിച്ചിരുന്ന് ഇസ്രയേലിനെ വെല്ലുവിളിക്കുകയാണ് യഹ്യ സിൻവർ. ഭീകര തലവനെ തൂക്കാൻ ഗാസയുടെ 4 പാടും വളഞ്ഞിരിക്കുകയാണ് IDF. അതുപോലെ ലബനനിലെ ഒരു മാളത്തിൽ ഒളിച്ചിരുന്ന് ഇസ്രയേലിനെതിരെ ആക്രമണം കടുപ്പിക്കുകയാണ് ഹിസ്ബുള്ള തലവൻ ഹസൻ നസറുള്ള. ഇയാളെയും തൂക്കാനാണ് പദ്ധതി. ലബനന്റെ ഉൾപ്രദേശങ്ങളിലായി നിരവധി തുരങ്കങ്ങളുണ്ട്. ഇതിനുള്ളിൽ വലിയ ആയുധ കരുത്താണ് ഹിസ്ബുള്ള ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. ഈ തുരങ്കങ്ങളിൽ നിന്ന് മിസൈലുകൾ തൊടുക്കുന്നുണ്ട്. ഈ തുരങ്കങ്ങൾ കണ്ടെത്തി നശിപ്പിക്കേണ്ടത് ഇസ്രയേലിന്റെ ആവശ്യമാണ്. മൊസാദിന്റെ ചാരന്മാർക്ക് ഈ ഉൾപ്രദേശങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ കഴിയുകയുള്ളൂവെന്നാണ് യുദ്ധവിദഗ്ധർ പറയുന്നത്. ലബനന്റെ 4 പാടും ഹിസ്ബുള്ള വളഞ്ഞിട്ടുണ്ട്. അവരുടെ കണ്ണ് വെട്ടിച്ചു വേണം അകത്ത് കടക്കാൻ. ഈ തുരങ്ക ശൃംഖലകൾ എല്ലാ കാലത്തും ഇസ്രയേലിന് ഭീഷണി തന്നെയാണ്.